ഇപ്രാവശ്യത്തെ ടെല്ലവീവിൽ ഓണപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത്. കോർഡിനേഷൻ വളരെ അതിഗംഭീരമായ കോർഡിനേഷൻ ആയിരുന്നു. വെള്ളിയാഴ്ച തന്നെ വടംവലി ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് വടംവലി ഉണ്ടായിരുന്നത്. നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത് 11-11:15 കണ്ടായപ്പോഴായിരുന്നു. ഓക്കെ, നമ്മൾ പേരൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. സ്റ്റിൽ എന്നിട്ട് കൂടി നമുക്ക് എത്തിപ്പെടാനായിട്ടൊരു സമയമൊക്കെ വേണ്ടി. സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ച് കയറി വരട്ടെ. ഞാനിവിടെ റഹോവത്തിലായിരുന്നു. ടെല്ലവീല് തന്നെ എല്ലാവരും വന്ന് നിൽക്കണമെന്ന് നിർബന്ധമില്ല. സ്റ്റിൽ ടെല്ലവീലിലോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ടൈം എടുക്കും. നമുക്ക് അതിനുള്ളൊരു ടൈം പോലും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ആ ഒരു കോർഡിനേഷനിൽ തന്നെ എനിക്ക് അവരുടെ കോർഡിനേഷനെ പറ്റിയിട്ട് നല്ലൊരു മതിപ്പ് കിട്ടി. സെക്കൻഡ്ലി പരിപാടി അതിഗംഭീരം. കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം അടിപൊളിയായിരുന്നു. പാർട്ടിസിപ്പൻസ് എല്ലാം തകർത്ത്. ലൈറ്റ്സ് ആണെങ്കിലും സൗണ്ട്സ് ആണെങ്കിലും ഓഡിറ്റോറിയം ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. അതിനകത്തൊന്നും ഒന്നും പറയാനില്ല. പാർട്ടിസിപ്പൻസ് എല്ലാം തകർത്ത് വരി എന്ന് പറഞ്ഞാൽ തകർത്ത് വരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രോഗ്രാമായിരുന്നു. കൾച്ചറൽ പ്രോഗ്രാംസ് ഇവൻറ്റ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അതിന് പാർട്ടിസിപ്പൻസിനെല്ലാം ഹാറ്റ്സ് ഓഫ്. അടിപൊളി പരിപാടിയായിരുന്നു. ഇത് വേറെ നല്ല ഫസ്റ്റ് എൻട്രി ടു, അതായത് ടിക്കറ്റ് എടുക്കുന്നത് തൊട്ട് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം ഉച്ചവരെയുള്ള പരിപാടി നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ഒന്നും പറയാനില്ല. എൻട്രൻസ് ആണെങ്കിലും എല്ലാം നൈസ് പരിപാടി. അതിനുശേഷം ഓണസദ്യ കഴിക്കാനെന്നും പറഞ്ഞ് ചെന്നിരുന്ന് കോണാത്തിലെ സദ്യ അമ്മര് വിളമ്പിയത് മൊത്തം. ചേട്ടാ കുറച്ച് ചോറ് കാറ്ററിംഗ് സർവീസ് എൻ്റെ വേർസ്റ്റ് കാറ്ററിംഗ് സർവീസ് ഞാൻ എൻ്റെ ചരിത്രത്തിൽ ഞാൻ ഇതേവരെ ഞാൻ കഴിച്ചിട്ടില്ല. ആദ്യമേ തന്നെ ചോറും പരിപ്പും കൊണ്ടുവന്ന് തന്നു. സൈഡ് ഉണ്ടായിരുന്നു. 22 കൂട്ടം സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. നമുക്ക് എണ്ണിപ്പറക്കി പോയി എങ്ങനെയൊക്കെ പോയാലൊരു 14-15 കറി കിട്ടിക്കാണും. അത്ര ഉണ്ടായിരുന്നു. വെള്ളം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 16 കിട്ടിക്കാണും നമുക്ക്.